ഹലോ അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറും അതേപോലെ എഗ്ഷെല്ലും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തെ ബെലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓൾ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇതുപോലെ കൊക്കോ പൗഡറിൻ്റെ കണ്ടെയ്നർ ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്റ്റേഷനറി ഓർഗനൈസർ ആക്കി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ മണി ബോക്സ് ഉണ്ടാക്കി കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു കണ്ടെയ്നർ ഞാൻ അതിൻ്റെ പുറത്തായോ ഇതൊക്കെ ഉലിച്ച് കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരണ്ടി കളയാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഗ്ലൂ ഗൺ വേണം. പിന്നെ ഇതുപോലൊരു നൈഫ് വേണം, ഫെവിക്കോൾ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. അതേപോലെ പിന്നെ വേണ്ടത് കുറച്ച് എഗ്ഷെല്ല് വേണം. എഗ്ഷെല്ല് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചേർക്കണം എഗ്ഷെല്ലാണ് കേട്ടോ ഇത്. ഇനി വേണ്ടത് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ അതുപോലത്തെ പേപ്പറാണ് വേണ്ടത്. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസസ് വേണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീസർ, പിന്നെ മാർക്കിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലും അതുപോലെ ഒരു മാർക്കറും എടുത്തു വെക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം അതിൻ്റെ മൂടി എടുത്തിട്ട് കോയിൻ ഇടാനുള്ള സ്പേസ് മാർക്ക് ചെയ്യാം. ഇതേപോലെ നടുവിൽ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നൈഫ് വേണമെന്ന് പറഞ്ഞു. പിന്നെ കാർഡ്ബോർഡ് മുറിക്കാൻ വേണ്ടിയിട്ടാ. ഇനി കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു മിക്സ് ഈ കണ്ടെയ്നറുമ്പോൾ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം ഫുള്ളായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മെത്തേഡ് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം. എന്തായാലും ഇനി ഇതുപോലെ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ വീട്ടിലുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുമ്പോൾ കുറേ തൊട്ടുകൊണ്ടിരിക്കരുത്. അപ്പോൾ അവിടെ നിന്ന് കീറിപ്പോരുള്ളൂ. പിന്നെ ഇതുപോലെ താഴെ മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 2 പീസ് വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഒട്ടിക്കുക. ഞാൻ വേറൊരു ലെയറും കൂടി ഒട്ടിച്ചിട്ടാ, ഒരു ലെയറും കൂടി ഞാൻ ഫുൾ ഒട്ടിച്ച്. അപ്പോൾ കുറച്ചും കൂടി കവറിങ് കിട്ടും. അപ്പോൾ ഞാൻ കണ്ടെയ്നർ അവിടെ ഉണങ്ങാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ടിഷ്യൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഇത്തിരി സമയം കൊടുക്കണം. അതേപോലെ തന്നെ ഇനി മൂടിയും നമ്മുടേതായ ഐഡിയക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതുപോലെ ഫെവിക്കോളൊക്കെ ഒട്ടിച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മൂടിയുടെ വീതിയും നീളവും ഒന്ന് നോക്കാം. കാർഡ്ബോർഡ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് വീതിയും നീളം എടുക്കരുത്, ഒരു 1/2 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. ഇനി ആ ഹോളൊന്ന് ശരിയാക്കി കൊടുക്കുക, നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ റൂഫിനുള്ള 2 പീസാണ് ഈ മുറിച്ച് വെച്ചേർക്കണത്. അപ്പോൾ വീതി ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് വീതി എടുക്കരുത്, കുറച്ച് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും നീങ്ങി നിൽക്കണ പോലെ എടുക്കുക. അതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള ട്രയാങ്കിളും നമ്മുടെ ആ ഒരു മൂടിയുടെ ലെങ്ത്തിനെക്കാട്ടും ഇത്തിരി കൂടുതൽ എടുത്തിട്ട് അളന്ന് മുറിച്ചെടുക്കുക. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വീടിൻ്റെ റൂഫിൻ്റെ ഷേപ്പിലായ 4 പീസ് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല. ഈ ഒരു റൂഫ് ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ വെച്ചിട്ടൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് വേറൊരു ക്രാഫ്റ്റ്. ഗ്ലൂ ഗൺ ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ റൂഫ് അത്ര ഭംഗി ഉണ്ടാവില്ല. നമുക്ക് ഇതിനെ ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തൊന്ന് തേച്ചിട്ട് ഇതേപോലെ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് അതും ഒന്ന് കുറച്ച് നേരം ഡ്രൈ ആക്കുക. അപ്പോൾ ഇനി കുറച്ച് പെയിൻറ്റ് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രീനും ബ്ലാക്കും വൈറ്റൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ വീടല്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഒരു 2 ജനലും വാതിലും ഇല്ലാണ്ട് പറ്റില്ലല്ലോ. കുട്ടികൾ വീട് വരക്കണ പോലെ 2 ജനലും വാതിലൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കുക. കാർഡ്ബോർഡ് പീസിൽ നിന്ന് മുറിച്ചിട്ട് ഇതേപോലത്തെ ഷേപ്പിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് അതിന് ചുറ്റും വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഇതിപ്പോൾ അയാനുവിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു.
അതായത് തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവന് ഗിഫ്റ്റ് കൊടുത്തതാണിത്. ഇനി നമുക്ക് എഗ്ഷെല്ലൊക്കെ ഒന്ന് ചെറിയ പീസാക്കി ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ റൂഫുമ്മൽ ഫെവിക്കോളിൻ്റെ മിക്സ് തേച്ച് കൊടുത്തിട്ട് ആ എഗ്ഷെല്ലിൻ്റെ പീസുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത് ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് കുറേശ്ശെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതവിടെ ടൈറ്റിൽ ഇരുന്നോളും. എനിക്ക് കൂടുതലും ഈ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് റീയൂസ് ടെക്നിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ വെച്ച് കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ വീഡിയോസിൽ കാണിച്ചിട്ടുമുണ്ട്. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് നമുക്ക് തന്നെ വരും. എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ അതേ വീടിൻ്റെ ഫ്രണ്ട് പാർട്ടും ഇതേപോലെ എഗ്ഷെല്ലിൻ്റെ പീസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആ മൂടിയുടെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പശ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കൂല. മണി ബോക്സ് ആകുമ്പോൾ അത് എപ്പോഴും അടഞ്ഞിരിക്കണല്ലേ നല്ലത്. ഇനി റൂഫിനുള്ളൊരു മിക്സ് റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് മിക്സ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, ബ്രൗൺ ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായി, അങ്ങനെ കുറേ കളർ എടുത്തിട്ടുണ്ടായി. എഗ്ഷെല്ലിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് അത് നന്നായി ഡ്രൈ ആയതിന് ശേഷം അടുത്ത പരിപാടി ചെയ്യാൻ പാടുള്ളൂ. ഇനി കുറച്ച് ഗ്രേ, ബ്ലാക്ക്, വൈറ്റ് പെയിൻ്റൊക്കെ എടുത്ത് അവിടെ ഇവിടെ ആയിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. ശരിക്കും വീടിൻ്റെ ഫ്രണ്ട് പാർട്ട് വേറെയും റൂഫിന് വേറെ കളറൊക്കെ കൊടുക്കായിരുന്നു. ഞാൻ ഒറ്റ നിപ്പി ചെയ്തതാണ്. അപ്പോൾ ഈ കളർ തന്നെ കൊടുത്തു. ഇനി ബാക്കി ഭാഗത്ത് വൈറ്റ് അക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ക്ലിയറായി കിട്ടും. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ചധികം വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു, അടുപ്പിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ആദ്യത്തെ റെസ്പോൺസ് ഒന്നും ഇപ്പോൾ ഇല്ല, എന്താണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്ഡേഷൻസൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഫേസ്ബുക്ക് പേജിലൊക്കെ കൊടുക്കാറുണ്ട്, കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ കമൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും. നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്സിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് വഴി ആരെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവാണ്ടിരിക്കില്ല എന്തായാലും. അപ്പോൾ അതേ നമ്മുടെ മണി ബോക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞു മണി ബോക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റുകളിൽ നിന്ന് നമ്മൾ ഇത്രയൊക്കെ ഒന്ന് ചെറിയൊരു എഫർട്ട് എടുത്താൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇതേപോലെ കോയിൻ ഇട്ടിട്ട് ഇതേ രീതിയിൽ മൂടി വെക്കാനാണ് ഉദ്ദേശിച്ചത്. ആ റൂഫ് വരേണ്ടത് മൂടീനെ കടന്ന് നിൽക്കണം. അങ്ങനെയാണ് കാർഡ്ബോർഡ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്